നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനം കരാറിന് വിരുദ്ധം. 2007 കരാർ രേഖ പുറത്ത്. കരാർ പ്രകാരം പദ്ധതി പരാജയപ്പെട്ടാൽ സർക്കാരിന് നഷ്ടപരിഹാരം നൽകേണ്ടത് ടീകോം. നടക്കുന്നത് ഭൂമി കച്ചവടമെന്ന് പ്രതിപക്ഷം. ബഹിരാകാശ മേഖലയിൽ പുതിയ ചരിത്രം കുറിച്ച് ഒമാൻ. ഒമാന്റെ ആദ്യ പരീക്ഷണാത്മക റോക്കറ്റ് ദുഗം-1 വിജയകരമായി വിക്ഷേപിച്ചു. വിക്ഷേപണം നടത്തിയത് ഗതാഗത ആശയവിനിമയ സാങ്കേതിക വിദ്യ മന്ത്രാലയവുമായി സഹകരിച്ച് നാഷണൽ സ്പേസ് സർവീസ് കമ്പനി. കുവൈറ്റിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കുള്ള ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് സംവിധാനം താൽക്കാലികമായി നിർത്തിവെച്ചതായി ആഭ്യന്തര മന്ത്രാലയം. നീക്കം ട്രാഫിക് സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ. ഭിന്നശേഷിയുള്ളവർക്കായി നീക്കിവച്ചിരിക്കുന്ന പാർക്കിംഗ് സ്ഥലങ്ങൾ ഉപയോഗിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം. പാർക്കിംഗ് സ്ഥലങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവർക്ക് 1 മാസം വരെ തടവോ 100 ദിനാർ വരെ പിഴയോ ശിക്ഷയോ ലഭിക്കും. ദുബായിലെ മദ്യവില ജനുവരി 1 മുതൽ വർദ്ധിക്കും. 30% നികുതി കൂടി ഉൾപ്പെടുത്തിയാവും ജനുവരി മുതൽ പുതിയ മദ്യവില. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ 9ാം ഗെയിമും സമനിലയിൽ. ഗുകേഷിനും ഡിംഗ്ലറിനും ഇപ്പോൾ 4.5 പോയിന്റ് വീതം. വിശദാംശങ്ങളിലേക്ക് വന്നാൽ, സ്മാർട്ട് സിറ്റി പദ്ധതിയിലെ ടീകോമിൽ നിന്നുള്ള കരാർ പിന്മാറ്റം വിവാദത്തിൽ. ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനം കരാറിന് വിരുദ്ധം. 2007 കരാർ രേഖ പുറത്ത്. പദ്ധതി പരാജയപ്പെട്ടാൽ സർക്കാരിന് നഷ്ടപരിഹാരം നൽകേണ്ടത് ടീകോം ആണെന്ന് കരാർ രേഖ. അതേസമയം കരാർ പിന്മാറ്റത്തിൽ അഴിമതിയും ദുരൂഹതയും ആരോപിച്ച് പ്രതിപക്ഷം രംഗത്ത് വന്നു. സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി 2007 VS സർക്കാരിന്റെ കാലത്താണ് ടീകോമുമായി കരാർ ഒപ്പുവെച്ചത്. കൊച്ചി കാക്കനാട്ടെ 246 ഏക്കർ ഭൂമി കമ്പനിക്ക് പാട്ടത്തിന് നൽകി. കരാർ പ്രകാരം 90,000 പേർക്ക് തൊഴിൽ നൽകുകയും 88 ലക്ഷം ചതുരശ്ര അടിയിൽ കെട്ടിടം നിർമ്മിക്കുകയും ചെയ്യുമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. കമ്പനിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായാൽ 3 മാസത്തിനുള്ളിൽ സർക്കാരിന് നോട്ടീസ് നൽകാമെന്നും വീഴ്ച ആവർത്തിച്ചാൽ 6 മാസത്തിനുള്ളിൽ സർക്കാരിന് കമ്പനിയോട് നഷ്ടപരിഹാരം തേടാമെന്നും കരാറിൽ പറയുന്നു. എന്നാൽ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനപ്രകാരം സർക്കാർ കമ്പനിക്കാണ് നഷ്ടപരിഹാരം നൽകുന്നത്. ഈ തീരുമാനം 2007 കരാർ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമെന്നാണ് രേഖകൾ ചൂണ്ടിക്കാട്ടുന്നത്. കരാർ അനുസരിച്ചുള്ള നിർമ്മാണമോ തൊഴിലവസരങ്ങളോ സൃഷ്ടിക്കാൻ കമ്പനിക്കായില്ല. ഇക്കാരണത്താൽ 246 ഏക്കർ സ്ഥലം തിരിച്ചെടുത്ത് പിന്മാറ്റ നയം രൂപീകരിക്കാനാണ് മന്ത്രിസഭ തീരുമാനിച്ചത്. എന്നാൽ നഷ്ടപരിഹാരം കമ്പനിക്ക് നൽകാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നു. പിന്മാറ്റ നയത്തിന് പിന്നിൽ ദുരൂഹതയും അഴിമതിയും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അങ്ങനെ നോൺ പെർഫോമൻസ് നടത്തി ഒരു പണിയും ചെയ്യാത്ത കമ്പനിക്ക് എന്തിനാണ് നഷ്ടപരിഹാരം കൊടുക്കണം? 2011 എഗ്രിമെന്റ് വെച്ചിട്ട് 13 കൊല്ലം കഴിഞ്ഞിട്ട് പറയാം അവരൊരു കാര്യവും ചെയ്യില്ലെന്ന്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്തെല്ലാമാണ് കാരണങ്ങൾ? പൊതുസമൂഹത്തോട് പറയണ്ടേ? ആരും അറിയാതെ മന്ത്രിസഭയിൽ പോയി പാസ്സാക്കിയിട്ട് ഒരു 25 തീരുമാനം പുറത്തു വരുന്നതിന്റെ കൂട്ടത്തിൽ വിടേണ്ട ഒരു സംഭവമാണ്. ക്യാബിനറ്റ് തീരുമാനം റദ്ദു ചെയ്യണമെന്നും ടീകോമിന്റെ വാഗ്ദാന പ്രകാരം എത്ര പേർക്ക് തൊഴിൽ നൽകിയെന്ന് കണക്കുകൾ പുറത്തുവിടണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ടീകോമുമായി 2007 ഒപ്പിട്ട കരാറുകൾ തെളിവായി പുറത്തുവിട്ടുകൊണ്ടാണ് രമേശ് ചെന്നിത്തല അഴിമതി ആരോപണം ഉന്നയിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബഹിരാകാശ മേഖലയിൽ പുതിയ ചരിത്രം കുറിച്ച് ഒമാൻ. ഒമാന്റെ ആദ്യ പരീക്ഷണാത്മക റോക്കറ്റ് ദുഗം-1 വിജയകരമായി വിക്ഷേപിച്ചു. റോക്കറ്റ് വിക്ഷേപണത്തോടെ ഒമാൻ ബഹിരാകാശ മേഖലയിൽ പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഗതാഗത ആശയവിനിമയ സാങ്കേതിക വിദ്യാ മന്ത്രാലയവുമായി സഹകരിച്ച് നാഷണൽ സ്പേസ് സർവീസ് കമ്പനിയാണ് വിക്ഷേപണം നടത്തിയത്. ദുഗം ഇത്തലാഖ് സ്പേസ് ലോഞ്ച് കോംപ്ലക്സിൽ നിന്ന് പ്രാദേശിക സമയം വ്യാഴാഴ്ച രാവിലെ 10:05 റോക്കറ്റ് വിക്ഷേപണം. ബുധനാഴ്ച നിശ്ചയിച്ചിരുന്ന ആദ്യ വിക്ഷേപണം പിന്നീട് മോശം കാലാവസ്ഥയെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിക്ക് വേണ്ടിയുള്ള ISROയുടെ വാണിജ്യ ബഹിരാകാശ ദൗത്യമായ പ്രോബ-3 ബഹിരാകാശ പേടകം വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ വൈകുന്നേരം 4:04 വിക്ഷേപണം. ഇന്നലെ നടക്കേണ്ടിയിരുന്ന വിക്ഷേപണം കൗണ്ട് ഡൗൺ അവസാനിക്കാൻ 43 മിനിറ്റും 50 സെക്കൻഡും ബാക്കി നിൽക്കെ മാറ്റിവെച്ചിരുന്നു. സൗര പരിവേഷണത്തിനായാണ് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ 2 പേടകങ്ങളെ ഒരേ സമയം ISRO വിക്ഷേപിച്ചത്. 4, 3, 2,
1-0. It's of normal. Majestically top of the VSLV C-59 probability mission from the Satish Dhawan Space Center. വാനോളം അഭിമാനമാണ് ബഹിരാകാശ രംഗത്ത് ISRO തങ്കലിപികളാൽ എഴുതി ചേർത്തത്. ചരിത്രത്തിലേക്കാണ് പ്രോബ3 കുതിച്ചുയർന്നത്. ISROയുടെ കൊമേഴ്ഷ്യൽ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സഹകരിച്ചാണ് പ്രോബ3 ദൗത്യം നയിച്ചത്. സൂര്യന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും ബാഹ്യഭാഗത്തുള്ളതും ചൂടേറിയതുമായ കൊറോണയെക്കുറിച്ച് പഠിക്കുകയാണ് പ്രോബ3യിലെ 2 കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ലക്ഷ്യം. നിശ്ചിത ഉയരത്തിൽ ഒരു പേടകത്തിന് മുന്നിൽ മറ്റൊരു പേടകം വരുന്ന തരത്തിൽ പ്രത്യേകമായി വിന്യസിക്കപ്പെടുന്ന കൊറോണഗ്രാഫും ഒക്യുൽറ്ററും ബഹിരാകാശത്ത് കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ചാണ് സൂര്യനെക്കുറിച്ച് പഠിക്കുക. പ്രോബ3 ഇന്നലെ വിക്ഷേപിക്കാനായിരുന്നു ISROയും ESAയും ആദ്യം പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ ദൗത്യത്തിലെ 2 കൃത്രിമ ഉപഗ്രഹങ്ങളിലൊന്നിൽ സാങ്കേതിക പ്രശ്നം കണ്ടെത്തിയതിനെ തുടർന്ന് അവസാന മണിക്കൂറിൽ വിക്ഷേപണം ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. കൗണ്ട്ഡൗൺ അവസാനിക്കാൻ 43 മിനിറ്റും 50 സെക്കൻഡും മാത്രം ബാക്കി നിൽക്കെയാണ് വിക്ഷേപണം നീട്ടുന്നതായി യൂറോപ്യൻ സ്പേസ് ഏജൻസി അറിയിച്ചത്. ഒരു ദിനം വൈകിയാണെങ്കിലും ഉപഗ്രഹങ്ങളുടെ കാര്യക്ഷമത ഉറപ്പാക്കിയതിനു ശേഷമായിരുന്നു സമയം പുനഃക്രമീകരിച്ച് വിജയകരമായി വിക്ഷേപിച്ചത്. The PSLV C-59 Proba3 mission is successfully accomplished. So congratulations to the entire PSLV project team as well as for Proba team. And we wish all the very best to Proba for their further operations and achieving the mission goals. Congratulations to both the teams. Thank you. ന്യൂസ് ഡെസ്ക് അമൃത TV. കുവൈറ്റിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കുള്ള ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് സംവിധാനം താൽക്കാലികമായി നിർത്തിവെച്ചതായി ആഭ്യന്തര മന്ത്രാലയം. മെറ്റ പ്ലാറ്റ്ഫോമിലെ അപ്പോയിന്റ്മെന്റ് വിഭാഗം വഴി ആക്സസ് ചെയ്യാവുന്ന ഏകീകൃത ഗവൺമെന്റ് ഇലക്ട്രോണിക് സേവന ആപ്ലിക്കേഷനായ സഹേൽ വഴി മാത്രമായിരിക്കും ബുക്കിംഗുകൾ പരിമിതപ്പെടുത്തിയിട്ടുള്ളത്. ട്രാഫിക് സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനും ഡിജിറ്റൈസ് ചെയ്യുന്നതിനുമുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പരിവർത്തനമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ട്രാഫിക് സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും പൗരന്മാർക്കും താമസക്കാർക്കും അവരുടെ ഇടപാടുകൾ വേഗത്തിൽ കൈകാര്യം ചെയ്യാനുമാണ് ഈ നീക്കം. കുവൈറ്റിൽ ഭിന്നശേഷിയുള്ളവർക്കായി നീക്കിവച്ചിരിക്കുന്ന പാർക്കിംഗ് സ്ഥലങ്ങൾ ഉപയോഗിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകി ആഭ്യന്തര മന്ത്രാലയം. ഭിന്നശേഷിയുള്ള വ്യക്തികൾക്കായി നിശ്ചയിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ന്യായീകരണമില്ലാതെ പാർക്ക് ചെയ്യുന്ന ആർക്കും 1 മാസം വരെ തടവോ 100 ദിനാർ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും ശിക്ഷയോ ലഭിക്കും. ഭിന്നശേഷിയുള്ളവരുടെ അവകാശങ്ങളെ മാനിക്കേണ്ടതിന്റെ നിയമം അനുസരിക്കുന്നതിന്റെയും പ്രാധാന്യം മന്ത്രാലയം ഓർമ്മപ്പെടുത്തി. ദുബായിലെ മദ്യവില ജനുവരി 1 മുതൽ വർദ്ധിക്കും. 30% നികുതി കൂടി ഉൾപ്പെടുത്തിയാവും ജനുവരി മുതൽ ദുബായിലെ മദ്യവില. 2022 ഡിസംബർ 31-നാണ് മദ്യത്തിന്റെ 30% നികുതി ദുബായ് നീക്കിയത്. ഈ നികുതിയാണ് 2025 ജനുവരി 1 മുതൽ തിരികെ എത്തുന്നത്. സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ പരിഹരിക്കാനാകാത്ത ഒരു പ്രശ്നവുമില്ലെന്നും സമസ്തയുടെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും അറിയാതെ സമസ്തയെ ഹൈജാക്ക് ചെയ്ത് ചിലർ പ്രവർത്തിക്കുന്നതാണ് ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും സമസ്ത ആദർശ സംരക്ഷണ സമിതി വർക്കിംഗ് ചെയർമാൻ PA ജബ്ബാർ ഹാജി ജിദ്ദയിൽ പറഞ്ഞു. മുക്കം ഉമർ ഫൈസിയെ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നും ജബ്ബാർ ഹാജി വ്യക്തമാക്കി. സമസ്തയും മുസ്ലിം ലീഗും 2 സംഘടനകളാണ്. ഇരു സംഘടനകൾക്കും ഇടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ്. മുമ്പും ഉണ്ടായിട്ടുണ്ട്, പരിഹാരം കണ്ടിട്ടുമുണ്ട്. എന്നാൽ സമസ്തയിലെ വിരലിലെണ്ണാവുന്ന ചിലർ സമസ്തയിലെ പ്രധാന ഭാരവാഹികൾ പോലും അറിയാതെ സൂപ്പർ സമസ്തയായി പ്രവർത്തിക്കുക, അനാവശ്യ പ്രസ്താവനകൾ ഇറക്കുക, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന്റെ കാതലെന്ന് മുസ്ലിം ലീഗ് കൊണ്ടോട്ടി മണ്ഡലം പ്രസിഡന്റും സമസ്ത ആദർശ സംരക്ഷണ സമിതി വർക്കിംഗ് ചെയർമാനുമായ PA ജബ്ബാർ ഹാജി ജിദ്ദയിൽ വാർത്താ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു. ഇപ്പൊ സമസ്തയും ലീഗും തമ്മിൽ രണ്ട് സംഘടനയാണ്. ചില കാര്യങ്ങൾ മുമ്പേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്, പറഞ്ഞു തീരാറുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോ പുതിയ വാഫി പ്രശ്നം വന്നപ്പം വളരെ ഭംഗിയായി തീർന്നതാണ്. ആ ഒരു ഫോർമുല വെച്ച് തീർന്ന് അത് ഒരാളെ വെച്ചു, എല്ലാം തീർന്നപ്പം ഹമീദ് ഫൈസി പത്രക്കാരെ വിളിച്ചു പറഞ്ഞു, മൂർഖനെ ഇനി ഇതുവരെ ഇപ്പൊ കരിമൂർഖനൻ. അങ്ങനെ എന്തുകൊണ്ട് സമസ്ത അത് പറഞ്ഞില്ല, സമസ്തന്റെ പ്രസിഡന്റ് പറഞ്ഞില്ല, സമസ്തന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞില്ല. സമസ്ത മുഷാവറ മെമ്പർ സ്ഥാനത്ത് നിന്ന് മുക്കം ഉമർ ഫൈസിയെ മാറ്റണമെന്നാണ് സമസ്ത ആദർശ സംരക്ഷണ സമിതിയുടെ പ്രധാന ആവശ്യമെന്നും ഇവരെ നിലക്ക് നിർത്തണം. ഇവര് സമസ്തയേക്കാൾ സൂപ്പർ സമസ്ത ആവരുത്. ഉമർ ഫൈസി വ്യക്തമായി പാണക്കാട്ട് തങ്ങളെയാണ് ആക്രമിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റണം.
ഈ മാസം 11 സമസ്ത യോഗമുണ്ട്. അതിനു മുമ്പ് തന്നെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്നും ജബ്ബാർ ഹാജി പ്രത്യാശ പ്രകടിപ്പിച്ചു. സുൽഫിഖ്റോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. പുതുവത്സരം പ്രമാണിച്ച് കുവൈറ്റിൽ 2025 ജനുവരി 1 ബുധനാഴ്ചയും ജനുവരി 2 വ്യാഴാഴ്ചയും എല്ലാ മന്ത്രാലയങ്ങളുടെയും സർക്കാർ ഏജൻസികളുടെയും പൊതുസ്ഥാപനങ്ങളുടെയും പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാൻ കുവൈറ്റ് മന്ത്രിസഭ തീരുമാനിച്ചു. 3-4 തീയതികൾ ശനിയും ഞായറും പൊതു അവധിയായതിനാൽ ഫലത്തിൽ ജീവനക്കാർക്ക് 4 ദിവസം തുടർച്ചയായി അവധി ലഭിക്കും. എന്നാൽ ജോലിയുടെ പ്രത്യേക സ്വഭാവമുള്ള ഓഫീസുകൾക്ക് പൊതു താൽപര്യം കണക്കിലെടുത്ത് അവരുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അധികാരികളുടെ അറിവോടെ അവരുടെ അവധി ദിനങ്ങൾ നിർണ്ണയിക്കാനാകും. കുവൈറ്റിൽ 60 വയസ്സിന് മുകളിൽ പ്രായമായ ബിരുദധാരികളല്ലാത്ത പ്രവാസികൾക്ക് താമസരേഖ പുതുക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിച്ച തീരുമാനം പ്രാബല്യത്തിൽ വന്നു. മാനവശേഷി സമിതി അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചത്. ആക്ടിംഗ് പ്രധാനമന്ത്രിയും ആഭ്യന്തര പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ശനിയാഴ്ച നേരത്തെയുള്ള നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയത്. ഇത് പ്രകാരം നിലവിൽ രാജ്യത്ത് കഴിയുന്ന 60 വയസ്സിന് മുകളിൽ പ്രായമായ ബിരുദധാരികളല്ലാത്ത എല്ലാ പ്രവാസികൾക്കും അധിക ഫീസ് നൽകാതെ സാധാരണ രീതിയിൽ താമസരേഖ പുതുക്കുവാൻ കഴിയും. രാജ്യത്തെ പരിചയസമ്പന്നരായ അവിദഗ്ധ തൊഴിലാളികളുടെ ക്ഷാമം പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. 2021 ജനുവരി 1 മുതലാണ് 60 വയസ്സ് പ്രായമായ ബിരുദധാരികളല്ലാത്ത പ്രവാസികൾക്ക് താമസരേഖ പുതുക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പുതിയ തീരുമാനപ്രകാരം ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അധിക ഫീസ് കൂടാതെ സാധാരണ ഫീസ് നൽകി താമസരേഖ പുതുക്കുവാനും മറ്റൊരു സ്പോൺസറുടെ കീഴിലേക്ക് ഇഖാമ മാറ്റം നടത്തുവാനും കഴിയും. നേരത്തെ ഈ വിഭാഗത്തിൽ ഉൾപ്പെട്ട പ്രവാസികൾക്ക് ഇഖാമ പുതുക്കുന്നതിന് ഇഖാമ ഫീസ്, ഇൻഷുറൻസ് ഉൾപ്പെടെ പ്രതിവർഷം 1000 ദിനാറോളം ചെലവ് വന്നിരുന്നു. ഇതേ തുടർന്ന് മലയാളികൾ ഉൾപ്പെടെ സാധാരണക്കാരായ ആയിരക്കണക്കിന് പ്രവാസികൾക്കാണ് രാജ്യം വിടേണ്ടി വന്നത്. UAEയുടെ 53ാം ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി മേക്ക് ഇൻ ദി എമിറേറ്റ്സ് എന്ന പേരിലുള്ള ദേശീയ ക്യാമ്പയിന് ലുലു സ്റ്റോറുകളിൽ തുടക്കമായി. UAE ഇൻഡസ്ട്രീസ് ആൻഡ് അഡ്വാൻസ്ഡ് ടെക്നോളജി വകുപ്പുമായി സഹകരിച്ചാണ് ക്യാമ്പയിൻ. UAEയിലെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പങ്കാളിത്തവും വിപണന സാധ്യതയും വർദ്ധിപ്പിക്കുകയാണ് ക്യാമ്പയിനിലൂടെ ഉദ്ദേശിക്കുന്നത്. UAEയുടെ തനത് ഉൽപ്പന്നങ്ങൾക്കായി പ്രത്യേക ഷെൽഫുകളും ലുലു സ്റ്റോറുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഉൽപ്പന്നങ്ങൾക്ക് മികച്ച ഓഫറുകളും പോയിന്റുകളുമാണ് ഒരുക്കിയിട്ടുള്ളത്. UAE ഇൻഡസ്ട്രീസ് ആൻഡ് അഡ്വാൻസ്ഡ് ടെക്നോളജി വകുപ്പ് അണ്ടർ സെക്രട്ടറി ഒമർ അൽ സുവൈദി, ഇൻഡസ്ട്രിയൽ എംപവർമെന്റ് വിഭാഗം ഡയറക്ടർ ഷമ അൽ അൻസാരി, ലുലു ഗ്രൂപ്പ് CEO സെയ്ഫി രൂപവാല, മാർക്കറ്റിംഗ് ഡയറക്ടർ V നന്ദകുമാർ എന്നിവർ സംബന്ധിച്ചു. ആലപ്പുഴ കളർക്കോടുണ്ടായ കാർ അപകടത്തിൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി കൂടി മരിച്ചു. എടത്വ പള്ളിച്ചിറ സ്വദേശി ആൽവിൻ ജോർജാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തേക്ക് മാറ്റിയിരുന്നു. കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് മാറ്റിയത്. എന്നാൽ ചികിത്സയിലിരിക്കെ ഇന്ന് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഇതോടെ കളർക്കോട് കാർ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 6ആയി. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് നാടിനെ ആകെ നൊമ്പരത്തിലാഴ്ത്തിയ ദാരുണമായ വാഹനാപകടം ഉണ്ടായത്. ആലപ്പുഴ കളർക്കോട് 6 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ദാരുണാന്ത്യത്തിന് കാരണമായ അപകടത്തിലെ കാർ വാടകയ്ക്കെടുത്ത് തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കാർ ഓടിച്ച ഗൗരീശങ്കർ ഉടമയ്ക്ക് 1000 രൂപ ഗൂഗിൾ പേ ചെയ്തു. നൽകിയതിന്റെ തെളിവ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കാർ ഓടിച്ച മെഡിക്കൽ വിദ്യാർത്ഥി ഗൗരീശങ്കറിനെ 1ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. വാടകയ്ക്കല്ല, സൗഹൃദത്തിന്റെ പേരിൽ വാഹനം നൽകിയെന്നായിരുന്നു വാഹനയുടമ ഷാമിൽ ഖാൻ തുടക്കം മുതൽ പോലീസിനോടും മോട്ടോർ വാഹന വകുപ്പിനും നൽകിയ മൊഴി. വാഹനയുടമ കൊലക്കേസ് പ്രതിക്ക് മുൻപ് വാഹനം വാടകയ്ക്ക് നൽകിയെന്നും എൻഫോഴ്സ്മെന്റ് RTO കണ്ടെത്തിയിരുന്നു. ഇതിനു പുറമെയാണ് കാർ ഓടിച്ച ഗൗരീശങ്കർ ഉടമയ്ക്ക് 1000 രൂപ ഗൂഗിൾ പേ നൽകിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇതോടെ വാഹനയുടമയുടെ വാദങ്ങളെല്ലാം പൊളിഞ്ഞു. അതേസമയം വാഹനം ഓടിച്ച ഗൗരീശങ്കറിനെ 1ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. വാഹനത്തെ മറികടക്കുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചതെന്നും ഗൗരീശങ്കർ മൊഴി നൽകിയിരുന്നു. അപകടത്തെക്കുറിച്ചും പ്രദേശത്തിനി അപകടമുണ്ടാകാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും മോട്ടോർ വാഹന വകുപ്പ് റിപ്പോർട്ട് തയ്യാറാക്കി. ഈ റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കും. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 5 പേരിൽ 4 പേരുടെ നില കൂടുതൽ മെച്ചപ്പെട്ടു. കേസിൽ ആദ്യം പ്രതി ചേർക്കപ്പെട്ട KSRTC ഡ്രൈവറെ പിന്നീട് പോലീസ് ഒഴിവാക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച റിപ്പോർട്ടും കോടതിയിൽ ഹാജരാക്കും. അമൃത ന്യൂസ്, ആലപ്പുഴ. മഹാരാഷ്ട്രയിൽ BJP നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി. BJP നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ദേവേന്ദ്ര ഫഡ്നാവിസാണ് മുഖ്യമന്ത്രി. ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെയും NCP നേതാവ് അജിത് പവാറും ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു.
देवेंद्र सरिता गंगाधरराव फडणवीस ईश्वर साक्ष शपथ घेतो की രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് വിരാമമിട്ട് മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരമേറ്റു. NCP നേതാവ് അജിത് പവാർ, ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിമാരാണ്. മുഖ്യമന്ത്രിയുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ മാത്രമാണ് ഇന്ന് നടന്നത്. മറ്റു മന്ത്രിമാരെ പിന്നീട് തീരുമാനിക്കും. തുടർന്നായിരിക്കും അവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. രാഷ്ട്രീയ, വ്യവസായ, സിനിമാ മേഖലകളിലെ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ 19 മുഖ്യമന്ത്രിമാർ, ബോളിവുഡ് താരങ്ങൾ, വ്യവസായ പ്രമുഖർ എന്നിവരുടെയും 10,000-കണക്കിന് അണികളുടെയും സാന്നിധ്യത്തിൽ ആസാദ് മൈതാനിയിലായിരുന്നു സത്യപ്രതിജ്ഞ. സംസ്ഥാനത്തിന്റെ 21ാമത്തെ മുഖ്യമന്ത്രിയാണ് 54-കാരനായ ദേവേന്ദ്ര ഫട്നാവിസ്. 3ാം തവണയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത്. 2 ആഴ്ചയോളം നീണ്ട രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനൊടുവിലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ കാര്യത്തിൽ മുന്നണിയിലെ കക്ഷികൾ തമ്മിൽ സമവായത്തിലെത്തിയത്. 10 മന്ത്രിമാരും നിയമസഭാ സ്പീക്കറും കൗൺസിൽ ചെയർമാൻ പദവിയും നൽകാമെന്ന് ഉറപ്പുകൊടുത്തതോടെയാണ് ഏക്നാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയാകാൻ തയ്യാറായത്. ആഭ്യന്തര വകുപ്പ് ലഭിച്ചില്ലെന്നത് മാത്രമാണ് ഷിൻഡെ വിഭാഗത്തിന്റെ നഷ്ടം. മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയടക്കം പരമാവധി 43 മന്ത്രിമാരാകും ഉണ്ടാകുക. മന്ത്രിസഭയിൽ പകുതിയിലധികം BJP മന്ത്രിമാരായിരിക്കും. ശിവസേനയ്ക്ക് 10, NCPക്ക് 9 എന്നിങ്ങനെയാണ് മന്ത്രിസ്ഥാനങ്ങൾ പരിഗണനയിലുള്ളത്. എന്നാൽ വകുപ്പുകളുടെ കാര്യത്തിൽ ഇനിയും ധാരണയായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, അമൃത TV. Sharanamridam co-powered by Bharat Lachna Multi-State Housing Cooperative Society Limited in association with GDS Upasana Agarbattis. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. സ്വാമിയേ ഈ മണ്ഡലകാലത്ത് ശബരിമലയിലെത്തിയ തീർത്ഥാടകരുടെ എണ്ണം 15 ലക്ഷം കഴിഞ്ഞു. നട തുറന്ന് 21ാം ദിവസം 15 ലക്ഷം തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തിയത്. ഇത് ചരിത്രത്തിൽ ആദ്യമായാണ്. കഴിഞ്ഞ വർഷം ഡിസംബർ 4 വരെ എത്തിയത് 10,04,607 തീർത്ഥാടകരാണ്. ഇന്നലെ വരെ 14,62,864 തീർത്ഥാടകരും എത്തി. 4,58,257 പേരുടെ വർധനവ് ഇന്നലെ വരെ ഉണ്ടായി. ഇന്ന് 11 മണിയോടെയാണ് തീർത്ഥാടകരുടെ എണ്ണം 15 ലക്ഷമായത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിവരേക്കും 37,844 തീർത്ഥാടകരാണ് സന്നിധാനത്ത് എത്തിയത്. സന്നിധാനത്ത് മൂടിക്കെട്ടിയ അന്തരീക്ഷവും ചാറ്റൽ മഴയുമുണ്ട്. പമ്പ മുതൽ സന്നിധാനം വരെ എവിടെയും നിയന്ത്രണങ്ങളില്ല. ശബരിമലയിലെ ഡോളി സർവീസ് ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുമ്പോൾ കൂലി പ്രതിദിനം ഉറപ്പാക്കണമെന്നും ഇപ്പോൾ നിശ്ചയിച്ച തുക ഉയർത്തണമെന്നുമാണ് ഈ മേഖലയിലുള്ളവരുടെ ആവശ്യം. ഡോളി സർവീസ് നടത്തുന്നവർ വിലപേശി തുക വാങ്ങുന്നുവെന്ന ആരോപണം ശരിയല്ലെന്നും ഇവർ വ്യക്തമാക്കുന്നു. 3,250 രൂപയാണ് ഒരു വശത്തേക്ക് ഡോളി സർവീസിന് ദേവസ്വം നിശ്ചയിച്ചിരിക്കുന്ന നിരക്ക്. ഇത് വർദ്ധിപ്പിക്കുന്നതടക്കം വിവിധ ആവശ്യങ്ങളാണ് ഡോളി സർവീസ് നടത്തുന്നവർക്കുള്ളത്. 3,250 എന്നത് 4,250 രൂപ ആക്കണമെന്നും സേവനത്തിന്റെ കൂലി അന്ന് തന്നെ ലഭിക്കുമെന്ന് ഉറപ്പുകിട്ടണമെന്നുമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. പറഞ്ഞത് ഞങ്ങൾ പ്രീപെയ്ഡ് ഡോളി വേണ്ട, ഞങ്ങൾക്ക് അന്നു പൈസ കൈ തരുമ്പോൾ ഞങ്ങൾക്ക് വളരെ ഉപകാരമായിരുന്നു. പിന്നെ ടേണാക്കുവാന്ന് പറഞ്ഞു. ടേണും വേണ്ട, ടേണായി കഴിഞ്ഞാൽ എല്ലാവർക്കും പണി കിട്ടത്തില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. DM അത് ശരിയാക്കി തരാം, ദേവസ്വം ബോർഡായിട്ട് മെമ്പറുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്കുള്ള ആനുകൂല്യമൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോളി സർവീസുകാർ വലിയ കൂലി നിർബന്ധപൂർവ്വം വാങ്ങിക്കുന്നുവെന്ന ആരോപണം ശരിയല്ലെന്നും ഇവർ പറയുന്നു. അങ്ങനെ വായിക്കാറില്ല. സന്തോഷമായിട്ട് വർഷങ്ങളായിട്ട് പറഞ്ഞ സ്വാമിമാരുണ്ട്. അപ്പോൾ അവർ ഞങ്ങളുടെ ബുദ്ധിമുട്ട് അനുസരിച്ച് 10, 1000, 2000 പൈസ കൈ തരുന്നവരുണ്ട്. എക്സ്ട്രാ ആയിട്ട് തരും. ഞങ്ങൾ ഇല്ലെന്ന് പറയുന്നില്ല. ഒത്തിരി പൈസ കൈ തരുന്ന സ്വാമിമാരുണ്ട്. സന്തോഷമായിട്ട് ഞങ്ങൾ വാങ്ങിക്കാം. സ്വാമിമാരെ വലിച്ചുപിടിക്കാനില്ല യാതൊരു പടിയും ഞങ്ങൾ ചെയ്യുന്നില്ല. ഈ അയ്യപ്പൻ മണ്ണ് കൊണ്ട് ഞങ്ങൾ അതുകൊണ്ട് കഴിഞ്ഞു പോകുന്നത് സന്തോഷമായി തരുന്ന പൈസ വാങ്ങിക്കാം. അല്ലാതെ സ്വാമിമാരെ വലിച്ചു പറിക്കാനുള്ള ഒരു നടപടി ഞങ്ങൾ ചെയ്യുന്നവർ 1-2 പേർ കാണുമായിരിക്കും. അത് പോലീസ് തന്നെ കണ്ടെത്തി എന്തെങ്കിലും നടപടിയെടുക്കും. 80 കിലോഗ്രാം വരെ ശരീരഭാരമുള്ളവരെ ചുമന്നുകൊണ്ടുപോകുന്നതിന് 4,000 രൂപ, 80 മുതൽ 100 കിലോഗ്രാം വരെയുള്ളവർക്ക് 5,000 രൂപ, 100 കിലോഗ്രാമിന് മുകളിൽ ഭാരമുള്ളവർക്ക് 6,000 രൂപ എന്നിങ്ങനെയാണ് ഡോളി സേവനത്തിന്റെ ദേവസ്വം ബോർഡ് നിശ്ചയിച്ചിരിക്കുന്ന നിരക്ക്. അമിത നിരക്ക് വാങ്ങുന്നത് അനുവദിക്കാനാകില്ലെന്നും ന്യായമായ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാമെന്നുമാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. ഇത് ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രീപെയ്ഡ് ആക്കാൻ നമ്മൾ തീരുമാനിച്ചതാണ്. പക്ഷേ ചില സാങ്കേതികമായ ഇവരുടെ ഈ പ്രശ്നങ്ങളുമൊക്കെ ആയി ഇവരുടെ ചില വിഷയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ആയിട്ടാണ് നമുക്ക് ഇതാക്കാൻ പറ്റാത്തത്. ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശവും ഭക്തജനങ്ങളെ ചൂഷണം ചെയ്യാതിരിക്കുവാനുള്ള പ്രാഥമികമായ ബാധ്യതയും ദേവസ്വം ബോർഡിനുണ്ട്.
അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും ദേവസ്വം ബോർഡ് തയ്യാറല്ല. ഒരു ഭാഗം ആളുകൾ മാത്രമാണ്, ബാക്കിയൊക്കെ അങ്ങനെ ചൂഷണം ചെയ്യുന്ന ആളുകളല്ല. പൊതുവേ നമ്മൾ ഡോളിക്കാർ അങ്ങനെ മോശമായി പറയണ്ട. എല്ലാ ഡോളിക്കാരും മോശക്കാരാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതിൽ ഒരു ചെറിയ വിഭാഗം ഉണ്ടല്ലോ, ഇവിടെ ആയാലും ഉണ്ടല്ലോ. അത് അവരാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഡോളിക്കാർ മുഴുവൻ കുഴപ്പക്കാരാണെന്നുള്ള അഭിപ്രായം ദേവസ്വം ബോർഡിനില്ല. നിലവിൽ 1576 തൊഴിലാളികളും 394 ഡോളികളുമാണുള്ളത്. ഈ ആഴ്ച തന്നെ തീരുമാനം നടപ്പിൽ കൊണ്ടുവരാനാണ് ദേവസ്വം ബോർഡിന്റെ ആലോചന. അമൃത ന്യൂസ്, സന്നിധാനം. ബംഗ്ലാദേശിലെ ഇസ്ലാമിക മതമൗലികവാദികൾ ഹിന്ദുക്കൾ അടക്കമുള്ള മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്ന അക്രമത്തിനും വംശഹത്യക്കുമെതിരെ ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതി കോഴിക്കോട് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. കോഴിക്കോട് മാറാട് കൂട്ടക്കൊലയുടെ തുടർച്ചയാണ് ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു കൂട്ടക്കൊലയെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ RSS ക്ഷേത്രീയ കാര്യവാഹ് M. രാധാകൃഷ്ണൻ പറഞ്ഞു. ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തെ അത്ര പെട്ടെന്ന് തുടച്ചു നീക്കാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ മുസ്ലിങ്ങളല്ലെന്ന് ഇവിടുത്തെ മുസ്ലിം നേതാക്കൾ ഉറക്കെ പറയുന്ന സമയം ഇവിടെ ഉണ്ടാകണമെന്നും എങ്കിൽ മാത്രമേ സമാധാനമുണ്ടാകൂവെന്നും മാതാ അമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി പറഞ്ഞു. സമ്പോധ് ഫൗണ്ടേഷൻ കേരള വിഭാഗം മുഖ്യാചാര്യൻ സ്വാമി ആധ്യാത്മാനന്ദ സരസ്വതി, ശാരദ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി സത്യാനന്ദപുരി തുടങ്ങിയ വിവിധ ആധ്യാത്മിക, സാംസ്കാരിക, സാമൂഹിക സംഘടനയുടെ നേതാക്കൾ പ്രതിഷേധ സംഗമത്തിൽ സംസാരിച്ചു. അമൃത TV കുടുംബാംഗങ്ങൾ ബാഡ്മിന്റൺ കോർട്ടിൽ മാറ്റുരച്ചു. തിരുവനന്തപുരം ശ്രീമൂലം ക്ലബ്ബിലെ ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. ത്രില്ലിംഗ് സ്മാഷുകളും അത്യാവേശമായ റാലികളുമായി താരങ്ങൾ കളം നിറഞ്ഞു. കയ്യടികൾ പ്രോത്സാഹനമായി. ഒരു പകൽ നീണ്ട മത്സരങ്ങൾ കേരള ബാഡ്മിന്റൺ സെക്രട്ടറി രാകേഷ് ശേഖർ ഉദ്ഘാടനം ചെയ്തു. ശ്രീമൂലം ക്ലബ് സ്പോർട്സ് കമ്മിറ്റി മെമ്പർ രാകേഷ് രവീന്ദ്രൻ ആശംസകൾ നേർന്നു. അമൃത TV എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണചന്ദ്രൻ, ന്യൂസ് എഡിറ്റർ പ്രവീൺ പട്ടാമ്പി എന്നിവർ സംസാരിച്ചു. അമൃത TVയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ അംഗങ്ങൾ സിംഗിൾസ്, ഡബിൾസ്, മിക്സഡ് ഡബിൾസ് ഇനങ്ങളിൽ കളത്തിലിറങ്ങി. വനിതാ സിംഗിൾസ് വിഭാഗത്തിൽ ഐശ്വര്യ RSഉം പുരുഷ സിംഗിൾ വിഭാഗത്തിൽ അരുൺ MS ജേതാക്കളായി. വനിതാ ഡബിൾസ് വിഭാഗത്തിൽ ഐശ്വര്യ RS, ശ്രീകാർത്തിക കൂട്ടുകെട്ടും പുരുഷ ഡബിൾസ് വിഭാഗത്തിൽ MS അരുൺ, പ്രദീപ് വാളംതുങ്കൽ കൂട്ടുകെട്ടും വിജയികളായി. മിക്സഡ് ഡബിൾസിൽ MS അരുൺ RS ഐശ്വര്യ സഖ്യത്തിനാണ് ജയം. ജീവിതശൈലി രോഗങ്ങളും ജോലി സമ്മർദ്ദവും കൂടുന്ന കാലത്ത് കായിക വിനോദങ്ങളുടെ പ്രാധാന്യം ഉൾക്കൊള്ളണമെന്ന് അമൃത TV ബിസിനസ് ഹെഡ് R. ശിവകുമാർ പറഞ്ഞു. 4 പ്രധാന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അമൃത TV കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. ഒന്നാമതായിട്ട് സ്ട്രെസ് റിലീഫ്, രണ്ടാമതായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡപ്പ്, മൂന്നാമതായിട്ട് ലീഡർഷിപ്പ് ക്വാളിറ്റി, നാലാമതായിട്ട് ഇത് ലൈഫ് സ്റ്റൈൽ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളിൽ നിന്ന് ഒരു മുക്തി നേടുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ 4 വിഷയങ്ങളുമായിട്ട് കണക്റ്റഡാണ് ഈ പറഞ്ഞ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ്. തുടർച്ചയായ 3-ാം വർഷമാണ് അമൃത TV കുടുംബാംഗങ്ങളുടെ ബാഡ്മിൻ്റൺ മത്സരം നടത്തുന്നത്. ജയപരാജയങ്ങൾക്കപ്പുറം ജീവനക്കാരുടെ ഒത്തുചേരലിന്റെ വേദിയായി മത്സരം. ബാഡ്മിന്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യയിലെ അമ്പയർമാരാണ് വിധികർത്താക്കളായി എത്തിയത്. വിശിഷ്ട വ്യക്തികളെയും അമ്പയർമാരെയും മത്സരവേദിയിൽ ആദരിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ടീമുകൾ പങ്കെടുക്കുന്ന കേരള ഡിസ്ട്രിക്ട് പ്രീമിയർ ലീഗ് ദുബായിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകരായ യുണൈറ്റഡ് ക്രിക്കറ്റ് ബോർഡ് അറിയിച്ചു. എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള കളിക്കാർക്ക് അവസരം നൽകുന്ന രീതിയിലാകും മത്സരങ്ങൾ ഈ മാസം ദുബായിൽ നടക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചൈനയുടെ ഡിംഗ്ലറനും ഇന്ത്യയുടെ ഗുകേഷും തമ്മിലുള്ള 9ാം മത്സരവും സമനിലയിൽ. 54 നീക്കങ്ങൾക്കൊടുവിലാണ് സമനില വഴങ്ങിയത്. ഇരുവരും 4.5 പോയിന്റുകൾ വീതം നേടി ഒപ്പത്തിനൊപ്പമാണ്. 7 ഗെയിമുകളും സമനിലയിലാണ് അവസാനിച്ചത്. 14 ഗെയിമുകളുള്ള ലോക ചാമ്പ്യൻഷിപ്പിൽ ആദ്യം 7.5 പോയിന്റ് നേടുന്നവരാണ് വിജയിക്കുക. 10ാം മത്സരം മറ്റന്നാൾ നടക്കും. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് സന്ദർശിക്കുക. നമസ്കാരം.